പോട്ടെ സൈക്കിൾ ശരിയാക്കാൻ പറ്റത്തില്ലടാ, അതുകൊണ്ടാടാ. എടാ ചെറുക്കാ, സത്യമായിട്ടും കാര്യമായിട്ട് പറഞ്ഞു ചെയ്യാതെ തൂക്കി ആർക്കെങ്കിലും കൊടുക്കാം നമുക്ക്. എടാ ആർക്കെങ്കിലും കൊടുക്കാടാ. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി വിഷയും കണ്ണ് അമ്പും വില്ലോ വരക്കേട മൂടലാണ് നടക്കുന്നത്. ഹലോ ഗായ്സ്, ജിത്തുവിന്റെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പൊ ഇന്നെന്താ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ കൊണ്ടുവന്നിട്ട് സൈക്കിളിന്റെ 2 ടയറും അങ്ങ് അഴിച്ചിട്ട് തിരിച്ച് കയറ്റാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പം അതിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ ഒന്ന് ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ച് അവന്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഗായ്സ്. അപ്പൊ അങ്ങോട്ട് പോവുകയാണ് ഗായ്സ്. അപ്പൊ നേരെ അങ്ങോട്ട് പോവാം. ഇപ്പുറത്താണ് അവന്റെ വീട്, ദേ കാണുന്നതാണ് നമ്മുടെ ചെറുക്കന്റെ വീട്. അപ്പൊ ഇതാണ് അവന്റെ സൈക്കിൾ, ഇതാണ് നമ്മുടെ ചെറുക്കന്റെ അടിപൊളി സൈക്കിളാണ്. രണ്ടും നല്ല സൂപ്പർ സൈക്കിളാണ്. രണ്ടിനും കാറ്റില്ല, നല്ല അടിപൊളിയാണ്. കാറ്റൊന്നും ഇല്ല, രണ്ടിന്റെയും കാറ്റൊന്നും ഇല്ല. ഫൈനലി നമ്മുടെ ചെറുക്കൻ വന്നു കഴിഞ്ഞു ഗായ്സ്. നമ്മുടെ ചെറുക്കൻ എത്തിക്കഴിഞ്ഞു. മുടിയൊക്കെ സെറ്റ് ആക്കുകയാണ് കേട്ടോ, ഫ്രീക്കാക്കുകയാണ്. അതേ ഓടിപ്പോയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ സൈക്കിളാണ് നമ്മൾ ഇന്ന് പണിയാൻ പോകുന്നത്. അവൻ അങ്ങോട്ട് പോയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ സൈക്കിളിന്റെ 2 ടയറും നമ്മൾ ഇന്ന് ഊരി അവനെ പ്രാങ്ക് ചെയ്യാൻ പോവുകയാണ്. അവന്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ സൈക്കിളുമായിട്ട് നേരെ അപ്പുറത്തോട്ട് പോകാം ഗൈസ്. നമുക്ക് ഈ സൈക്കിൾ എടുത്തോണ്ട് അങ്ങോട്ട് ഇതിൽ കയറിയിരിക്കാനൊന്നും പറ്റത്തില്ല, ടാസ്ക്കാണ്. അപ്പോൾ നേരെ നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അവനെ ഇനിയും വിളിക്കാം. അവനെ വിളിച്ചിട്ട് അവനോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. പൈസ അവനപ്പോൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവന്റെ സൈക്കിളാണ് നമ്മൾ ശരിയാക്കാൻ പോകുന്നത്. എന്തായിരുന്നു നിന്റെ പ്രോബ്ലം? നിന്റെ പ്രോബ്ലം എന്താന്ന് പറഞ്ഞിട്ടു? കാറ്റില്ലയോ? കാറ്റ് പൊക്കോണ്ടിരിക്കുമല്ലേ? അതപ്പം ഒരു അവിടെ മഴയുണ്ട്. അപ്പൊ നേരെ നീ ഇങ്ങോട്ട് വണ്ടി സൈക്കിൾ ഇവിടെ കൊണ്ടുവെക്ക്. ടൂൾസ് ഒക്കെ എടുക്കുക. അപ്പൊ ഇതിന്റെ പ്രോബ്ലം എന്താന്ന് നീക്ക് എന്തോന്ന് പറഞ്ഞാ എനിക്ക്. എന്തൊക്കെ? വൈകിട്ട് സൈക്കിൾ ചവിട്ടാൻ നേരത്ത് എപ്പോഴും കാറ്റടിക്കും. അത് കഴിഞ്ഞ് ഒരു റൗണ്ട് ഇങ്ങനെ ഇറങ്ങിയാൽ മതി. അപ്പത്തേക്ക് ഇതുണ്ടോ പരിവമുണ്ടോ? അത് ശകലം പ്രശ്നവാ. അപ്പൊ നമുക്ക് ഇത് മൊത്തം അഴിച്ചാലേ പറ്റത്തുള്ളൂ കേട്ടോ. പക്ഷെ കാറ്റ് കയറാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വേണ്ട ഇത് രണ്ടും കണ്ടോ, ഇത് അഴിക്കണം. ഈ 2 ടയറും അഴിക്കണം. അഴിച്ചിട്ട് മൊത്തം അഴിച്ച് ഇവനെ താഴെ ഇറക്കണം. താഴെ ഇറക്കിയാലേ ഇത് ശരിയാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ശരിയാക്കാനോ? എന്തുവാ ശരിയാക്കാനോ? കെട്ടി തൂക്കിയിടണോ? അപ്പൊ ഗായ്സ്, അപ്പൊ നമുക്ക് ഇത് ശരിയാക്കണമെന്നാണ് പറയണേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 2 സൈഡിലും കാറ്റില്ലെന്നല്ലോടാ പ്രോബ്ലം. അപ്പൊ കാറ്റില്ല. അപ്പൊ എന്തോ പറഞ്ഞുകൂടെ, കാറ്റടിക്കുമ്പോ തന്നെ പൊക്കോണ്ടിരിക്കുമല്ലേ? അപ്പൊ ഈ സീറ്റിന്റെ കുഴപ്പമാണ് ഗൈസ്. അപ്പൊ സീറ്റിന്റെ കുഴപ്പം കൊണ്ടാണ് നമുക്ക് കാറ്റ് കയറാത്ത. അപ്പൊ നമുക്ക് സീറ്റ് അഴിക്കണം, 2 ടയർ അഴിക്കണം, ഈ സാമാനം എല്ലാം അഴിക്കണം. അഴിച്ചാലേ നമുക്ക് ഈ കാറ്റ് കയറുന്ന പരിപാടി നടക്കുകയുള്ളു. അപ്പൊ എത്രയും വേഗം നമുക്ക് ഈ 2 ടയറും അഴിച്ച ശേഷം നമുക്ക് അവന് സൈക്കിൾ ഏരിയാക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇനി അതിന് ടൂൾ ആവശ്യമുണ്ട്. അപ്പൊ നേരെ നമുക്ക് ടൂൾ എടുക്കാൻ പോവാം ഗൈസ്. അപ്പൊ നമ്മുടെ ടൂൾസ് എല്ലാം റെഡി ആയി കഴിഞ്ഞ് നമുക്ക് ടൂൾസ് എല്ലാം ഇവിടെ വെക്കാം. ഇതെന്ന് പറഞ്ഞാൽ കുറെ സ്പാനർ ഉണ്ട്, എന്തിന്റെയൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെ ഇരുന്നതാണ്. സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. പിന്നെ ഒരു എത്രൻ്റെയാടാ 41 ഒരു സ്പാനർ ഉണ്ട്. പിന്നെ ഒരു ചെറിയ സ്പാനർ ഉണ്ട്. പിന്നെ അതിലും വലുതുണ്ട്. പിന്നെ അതിലും ഇച്ചിരി വലുതുണ്ട്. പിന്നെ ഈ സാമാനത്തിന്റെ പേര് എനിക്ക് അറിയത്തില്ല ഗൈസ്. എങ്കിലും നമുക്ക് പണി തുടങ്ങാം. അപ്പം നേരെ നമുക്ക് പണി ആരംഭിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പൊ നമ്മൾ പണി തുടങ്ങാൻ പോവാണ്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ടയറാണ് ആദ്യം അഴിക്കാൻ പോകുന്നത്. ഇത് കാറ്റില്ലാത്തതാണ് മെയിൻ പ്രോബ്ലം. ഞാൻ വീണ്ടും പറയുവാണ്, കാറ്റില്ലാത്തതാണ് മെയിൻ പ്രോബ്ലം. അപ്പൊ ഇതിനെ എങ്ങനെയാലും ഇത് ശരിയാക്കി കൊടുക്കാൻ നമ്മുടെ ചെറുക്കൻ പറഞ്ഞിട്ടുണ്ട്. അവന് എങ്ങനെയൊക്കെ ആയാലും അവന് സൈക്കിൾ ഔട്ടാവുന്ന രീതിയിലെല്ലാം സെറ്റാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് കഴിച്ചു തുടങ്ങാം. അപ്പൊ ഗായ്സ്, നമ്മൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. ഈ സ്പാനറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സ്പാനർ സെറ്റ് ആയില്ലെങ്കിൽ നമ്മൾ അടുത്ത സ്പാനർ എടുക്കുന്നതാണ്. അപ്പൊ നമ്മൾ അടുത്തായിട്ട് വേണ്ട ഈ സ്പാനറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ സ്പാനർ യൂസ് ചെയ്ത് നോക്കാം കേറുന്നുണ്ടോന്ന്. ഗായ്സ്
അതും കയറുന്നില്ല. ഇതും കേറുന്നില്ല ഗായ്സ്. നമ്മൾ മൊത്തത്തിൽ പെട്ട് ഗായ്സ്. ഒന്നും കേറുന്നില്ല ഗായ്സ്. ഇതും കേറുന്നില്ല, ഇതും കേറുന്നില്ല. പണി പാളി ഗായ്സ്. നിന്റെ സൈക്കിൾ ശരിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ? നമുക്ക് സ്പാനർ വേറെ എടുക്കണം. അപ്പൊ ഗായ്സ്, ഒരു സ്പാനറും ഇത്രയധികം സ്പാനർ ഉണ്ട് ഇവിടെ. ഒരു സ്പാനർ യൂസബിൾ അല്ല. ഇതിലൊന്നും ഈ നട്ടിന്റെ സൈസ് അല്ല ഗായ്സ്. അപ്പൊ നമുക്കിനി വേറെ അറേഞ്ച് ചെയ്യണം. അപ്പം കുറച്ച് തപ്പേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്പാനർ നമ്മൾ തപ്പി എടുത്തിട്ട് ഇവന്റെ വണ്ടി ഇന്ന് നമ്മൾ സൈക്കിൾ ശരിയാക്കി നമ്മൾ ഇന്ന് കൊടുക്കും ഗായ്സ്. അപ്പം കമോൺ ചേച്ചി. അപ്പൊ നമ്മള് നേരെ ടൂൾസ് എടുക്കാൻ പോവാണ്. ഫൈനലി കമോൺ ഗൈസ്. ഫൈനലി നമുക്ക് ആ സ്പാനർ കിട്ടിക്കഴിഞ്ഞു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട് ഇങ്ങനെ കറക്കും തോറും ഇത് അടുത്തടുത്ത് വരും. അപ്പം നമുക്ക് ഏത് നട്ടിന് വേണേലും അഡ്ജസ്റ്റ് ആയിട്ട് നമുക്ക് അഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ അഴിയും, ചിലപ്പോൾ അഴിയത്തില്ല. എല്ലാം ഒരു വിധിയുടെ വിളയാട്ടമാണ് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് സ്പോട്ടിലോട്ട് പോകാം. കമോൺ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്പാനർ കിട്ടിക്കഴിഞ്ഞു. നമ്മളപ്പോൾ പണി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ടയർ അഴിക്കാൻ പോവുകയാണ്. ഓക്കെ. അങ്ങനെ നമ്മുടെ സൈക്കിള് അഴിച്ചു തുടങ്ങി. ഇതപ്പോ അങ്ങനെ ഒരു നട്ട് നമ്മൾ അഴിച്ചിരിക്കുകയാണ്. കണ്ട, ഈ സ്പാനർ വെച്ച് നമ്മൾ ഒരു നട്ട് അഴിച്ചിരിക്കുകയാണ്. പിന്നെ അടുത്തൊന്ന് ഇതേണ്ട ഇവിടെ ഒരു ചെറിയ സാധനം ഉണ്ട്. കണ്ട, ഈ സാധനം കൂടെ അഴിക്കണം. ഈ സാധനം കൂടെ അഴിച്ചാലേ നമുക്ക് ഈ ദൂരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇതും അഴിച്ചിട്ടുണ്ട് ഗൈസ്. എല്ലാം നമുക്ക് ഇവിടെ വെക്കാം ഗൈസ്. അപ്പൊ നമ്മള് ഇത് ഊരി കഴിഞ്ഞു. കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നട്ട് കാണാനുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇത് ഊരി കഴിഞ്ഞ് അടുത്തായിട്ട് ഇവിടെ ഒരു ചെറിയ സാധനം ഇരിപ്പുണ്ട്. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ തട്ടി കൊടുത്താലേ അത് ഊരാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇതിങ്ങനെ പതുക്കെ നമ്മൾ മാറ്റി കൊടുക്കാം. കണ്ടോ, ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട് ഗൈസ്. കണ്ടോ. അപ്പോൾ നമ്മൾ ഇതും അഴിച്ച് പ്രതീക്ഷ കൊണ്ട് കാറ്റ് കയറും. ഇല്ല, കാറ്റ് കയറാൻ ചെറിയ പ്രതീക്ഷയില്ലേ? എങ്ങനെ സൈക്കിളിൽ നീ ചവിട്ടാൻ പറ്റുമല്ലോ? ഓക്കെ, വിശ്വാസം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് അഴിക്കാൻ പോവുകയാണ്. ചെറിയ ഇതുണ്ട്. സൈക്കിള് താത്ത് വെച്ച് സ്റ്റാൻഡ് വെക്കും. നീങ്ങി ഇറങ്ങ്, നീ അതേ നീങ്ങി ഇറങ്ങ്. ഓക്കെ. അപ്പം നമുക്ക് ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. ചെറിയൊരു നട്ടൂടെ അഴിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കയറുമോ നോക്കാം ഗൈസ്. അപ്പൊ ഇത് കയറത്തില്ല. അപ്പൊ അതിനെക്കാട്ടി ഇഷ്ടൂടെ വലുതുണ്ട്. നമുക്ക് വലുതെടുക്കാം. വലുതെടുത്തിട്ട് നോക്കാം. സ്യൂട്ടബിൾ ആണ്, കറക്റ്റാണ്. നമ്മള് അങ്ങനെ ബ്രേക്ക് നട്ടും അഴിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ബ്രേക്ക് നട്ടും അഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. വേണ്ട ഗൈസ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക് നട്ടും അഴിച്ചു, എല്ലാം അഴിച്ച് ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ടയർ ഊരാം. ടയർ ഊരി. ഫൈനലി ഗൈസ്, നമ്മൾ ടയർ ഊരി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. നല്ല കാര്യമുള്ള കാര്യമായിരുന്നു. എനിക്കറിയത്തില്ല, ഞാൻ ശരിയാക്കി തരത്തില്ല. അറിയാം ഇതിപ്പോ എന്തോ ചെയ്യാനാന്ന് പറയാം. ഞാനിനി ഇത് എന്തോ ചെയ്യണ്ടേ? ഇത് അതുപോലെ ഫിറ്റ് ചെയ്ത് തന്നാ മതി. എടാ, ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തല്ലോ ഇവിടെ. എടാ, ഇതിപ്പോ എങ്ങനെ ശരിയാക്കണ്ട? എങ്ങനെ? എടാ, ഇനി എനിക്ക് എടാ ഒരു കാര്യം ചെയ്യാം. 2 ദിവസം കഴിഞ്ഞ് ശരിയാക്കി തന്നാ മതിയോ? എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോ എന്തോ ചെയ്യാനാ? ഇയാളായിട്ടല്ലേ ഒരു സൈക്കിൾ കൊണ്ട് കൊടുത്ത് പറ്റിയൊരു പണിയുണ്ട്. ഒരു ടയർ എടുക്കുക, ഒരു കമ്പ് എടുക്കുക, ഉരുട്ടിക്കൊണ്ടാണ്. കമ്പൊന്നുമില്ല, കൈ കൊണ്ട് അടിച്ചാൽ. എന്നാ തൽക്കാലം നീ തന്നെ ഇതുമല്ല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എന്നാ അടിപൊളി. ഒരു കാര്യം ചെയ്യും. അപ്പൊ ഇനി ഇതുകൊണ്ടാ കാണുന്നു നീ. അടിപൊളിയല്ലേ? ഉരുണ്ട് പോന്നുണ്ടോ? അല്ല, ഇതിനിപ്പോ ആര് ശരിയാക്കും? അരിയച്ചന്റെ കൈയും മുറിഞ്ഞ് ഈ പൊട്ടറാണെ അറിയത്തുമില്ല. ചേട്ടൻ പോവും ഒരിടത്ത് വരെ. ഞാൻ പോവാ, പോയിട്ട് വരാം. നീ എന്തായാലും റെഡി ആവുക. പോയിസ് വേറെ താക്കോലുണ്ടോ? മണ്ട, അതിന് താക്കോലിന്റെ ആവശ്യമൊന്നും. ഇത് താക്കോലൊന്നും വേണ്ട. അത് ചേട്ടാ
വാ നീ റെഡിയാവും ഇത്ര റെഡി ആയിട്ടില്ല ഞാൻ പോയി അപ്പൊ പോവാം വാ. മാസ്ക് എടുത്തോണ്ട് വരാം. പോയിട്ട് വരാം പോയിട്ട് വരാം. വരും കേട്ടോ ശരിയാക്കി തരും. പോട്ടെ സൈക്കിൾ ശരിയാക്കാൻ പറ്റത്തില്ലടാ, അതുകൊണ്ടാടാ. എടാ ചെറുക്കാ, സത്യമായിട്ടും കാര്യമായിട്ട് പറഞ്ഞു. എടാ ഞാനിപ്പോ എന്തോ ചെയ്യാനാ, ഇതിപ്പോ ഞാൻ അറിയാതെ ഊരിപ്പോയതാ, കാറ്റില്ലെന്ന് പറഞ്ഞോണ്ട് ഊരിപ്പോയതാ. ക്ഷമിക്ക് നീ അങ്ങ്. ഇത്ര നേരം വേറെ കുറെ സ്പാനർ എല്ലാം ഊരിയായിട്ട് ഊരിപ്പോയാണ്. എടാ ഞാനിപ്പോ എന്തോ ചെയ്യാനാ ഇത്? ഇപ്പൊ എന്ത് ചെയ്യണ്ടേ ഞാൻ പറ. ഇതിപ്പോ ഞാൻ പറഞ്ഞു ചേട്ടൻ ശരിയാക്കി തരണം. എടാ എനിക്ക് സമയമില്ല, ഞാൻ ഒരെണ്ണം വരെ പോവാ. ആഗ്രഹക്കാർക്ക് കൊണ്ട് കൊടുക്കാം. എടാ വേണ്ടാക്കി വേണ്ട ഞാൻ 500 രൂപ കിട്ടുള്ളൂ. അപ്പൊ ഞാൻ 500 രൂപ കിട്ടണ്ട. നിനക്കൊണ്ട് തരാവുന്ന എനിക്ക് വേണ്ട. എന്നാ ഞാൻ ആഗ്രഹക്കാർക്ക് കൊടുക്കും. എന്തോ ഇട്ടോണ്ട് വന്നിട്ട് കാണുമല്ലോ. ശരിയാ. ഒരു കാര്യം ചെയ്യാം, നമുക്കിതങ്ങ് തൂക്കി ആർക്കെങ്കിലും കൊടുക്കാടാ. എടാ അത് തന്നെയാണോ ഞാൻ പറഞ്ഞത്. വേണ്ട, ഞാൻ അറിയൂ. വേണ്ട എന്റെ സൈക്കിള് പോയി. ഇതാരും ശരിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ശരിയാക്കി താ. എടാ അവൻ അറിയത്തില്ലെന്ന്, അതുകൊണ്ടല്ലേ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ. എന്തോ ചെയ്യാൻ പറ്റൂ ഇനി? ഇത് ഒരു കാര്യം ചെയ്യാം, തൂക്കി ആർക്കെങ്കിലും കൊടുക്കാം നമുക്ക്. എടാ ആർക്കെങ്കിലും കൊടുക്കാടാ. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് അമ്പും വില്ലോ വലക്കേട മോനാണ് ഇറങ്ങുന്നത്. രാവിലെ വന്നിരുന്ന് ചേട്ടാ എന്തുവാ ചേട്ടനെ ചെയ്യണ്ടേ? എടാ നീ അല്ലേടാ പറഞ്ഞ ഇതെനിക്ക് ഇത് ശരിയാക്കി തരാൻ. ഇതിപ്പോ തിരിച്ചു കയറ്റാൻ എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടല്ലേ. എന്താ നിനക്കെല്ലാം ശരിയാക്കി തരുന്ന ഞാനല്ലയോ? ശരിയാ. ഓ പിന്നെ പോയില്ലയോ? ഒത്താമത്തെ കാര്യമുണ്ട്. നാണ്ട കിടക്കുന്ന അടിച്ചു കറച്ച് അടിച്ചു പോയി കൈ. കരഞ്ഞോടാ നീ? എന്തിനാ കരയുന്നേ? മോനെ ചേട്ടൻ ശരിയാക്കി തരാടാ. അയ്യോ കരയാടാ. ഓ ഇനി ഞാൻ മനഃപൂർവ്വമായിട്ട് അടിക്കത്തില്ല, ഞാൻ ഒറിജിനൽ ആയിട്ട്. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. ഇതിപ്പോ എന്തോ ചെയ്യും പറ, എങ്ങനെ ഇത്? ഇത് ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ ഒരു ചാക്ക് എടുത്തിട്ടുണ്ടോ? മൊത്തത്തിൽ സീനായല്ലോ. ഒരു കാര്യം ചെയ്യാ, നീ എന്നിട്ട് ഇത്ര അയച്ചോളല്ലോ, 2 ടയറല്ലേ അയച്ചോളൂ. അയ്യേ ബാക്കി കൂടെ അയക്കണ്ടേ? എനിക്ക് ഒരു കാര്യം ചെയ്യാം, കാറ്റില്ലാത്തന്നല്ലേ നിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞേ? ഷോ അല്ല, ഇത് കാറ്റില്ലാത്തതല്ലേ നിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സീറ്റ് അഴിക്കാം, ഹാൻഡിലും അഴിക്കാം, എന്നിട്ട് ഇതൊക്കെ അയ്യത്തോടെ എടുത്തെറിയാം. എന്താ പറയുന്നത്? എടാ ഇതുവരെ കുറെ ആഗ്രഹക്കാർ പോകല്ലോ, അവരൊന്നും കാണുന്ന പോലില്ലല്ലോ. മിക്കവാറുള്ളപ്പോ വീട്ടിൽ വരുന്നതാണല്ലോ. ഇത് അഴിച്ചപ്പോ മാത്രം ആൾക്ക് മനസ്സിലായി. വെറുതെയാണ്. എടാ അവൻ മൊത്തത്തിൽ വിഷമിച്ചിരിക്കും, അവന്റെ സൈക്കിൾ ഇമ്മായി പരുവാക്കി. എന്തോ പറയാൻ. എടാ കാറ്റില്ലെന്നല്ല, ഞാൻ അറിഞ്ഞില്ലടാ ഇത് ഇത്ര ഇങ്ങനെ ആയി പോകുന്നു. പാമ്പടി ചെറുക്കൻ രാവിലെ എണീറ്റ് വന്നു, കാറ്റിലെന്ന് പറഞ്ഞു കൊണ്ടുവന്നു, അഴിച്ചു കുറച്ച് തേങ്ങ. മോനെടാ കരയാതെ, നിനക്ക് സൈക്കിൾ ചേട്ടൻ ശരിയാക്കി തരാം. കരയാതെ നമുക്കേ ഒരു കാര്യം ചെയ്യാം, തൽക്കാലം 2 ദിവസം ഇവിടെ ഇരിക്കട്ടെ. കരയല്ലേടാ മോനെ, കരയല്ലേടാ, നോക്കടാ. എടാ മോനെ ഒരു കാര്യം ചെയ്യാം ചേട്ടൻ, നമുക്ക് ചെയ്തു നോക്കാം. ഇനി വന്നേടാ, ഇനി വന്നേ കായ്സ്. അപ്പൊ നമ്മള് മൊത്തത്തിൽ ചെറുക്കൻ സീനായിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് സൈക്കിൾ ഏരിയക്ക് കൊടുക്കാൻ നോക്കാൻ പോവാണ്. അവന്റെ ഇപ്പം സിറ്റുവേഷൻ ശകലം സീനാണ്, കണ്ടോ? ഒരു ഗുണാപ്പി കേറിയിട്ടുണ്ട്. അയ്യോ നട്ടില്ല, നട്ടൊക്കെ എന്ത് ചെയ്യേ? ഒരു കാര്യം ചെയ്യും, നീ വൈകുന്നേരം വരെ ഇങ്ങനെ പിടിച്ചോണ്ടില്ല, ഞാൻ അപ്പുറത്ത് വരെ ഒന്ന് പോയിട്ട് വരാം. ഞാൻ പോയി ചായ പിടിച്ചിട്ട്
സീനാണ് സീനാണ്. സൈക്കിൾ ശരിയാക്കി കൊടുത്തില്ല, എന്നെ ഇവിടുത്തെ വിടുത്ത പ്രശ്നമില്ല. എന്നിട്ടാണ് ബ്രേക്ക് ഒക്കെ വെക്കുന്നത്. നല്ല ഉപ്പിട്ട് വച്ചിട്ട് ആ എങ്ങനെ ഇരിക്കണം? സൈക്കിളിന്റെ പരിപാടി എങ്ങനെയുണ്ട്? ഇന്ന് എടുത്തോണ്ട് നോക്കൂ. സ്ക്രൂഡ് എന്തോ സ്ക്രൂവിന്റെ ആവശ്യമൊന്നും ഇല്ല. അതൊക്കെ ഒരു ചുമ്മാ ഒരു ഇതിനു വേണ്ടി വെച്ചേക്കുന്ന അതിനകത്ത്. എന്തായാലും വല്ലാത്ത ഷെയ്റ്റ് ആയി പോഴെ നീ ചെറുക്കനോട് വേണ്ടാക്കി. എന്തുവാടോ ഇയാളെ പോയത്? അച്ഛനറിയാവോ? അച്ഛനറിയാം, പക്ഷെ അച്ഛൻ എങ്ങനെ ചെയ്യുന്നു? അച്ഛന്റെ കൈയും മുറി. നീ ആര് ചെയ്യും? ഞാൻ മുമ്പേ പറഞ്ഞ് ക്യാമറ എടുത്തോണ്ട് പോകും. ഞാൻ ക്യാമറ പിടിച്ചിട്ടില്ലടാ, ഓണല്ല ഇത്, ഓഫാ. എന്താ മുഖമൊക്കെ വല്ലായിരിക്കുന്നേ? ഇപ്പൊ കരയാവടാ. കരച്ചില് വരുന്നോ? അപ്പോ ചെറുക്കൻ മൊത്തത്തിൽ സീനായിട്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും ആശാൻ വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ കണ്ടോ, എന്താ പറയുക, അതൊക്കെ ഷോയാണ്. വിഷമിച്ചതുകൊണ്ട പോയിരിക്കുന്ന കണ്ടോ, അവിടെ പോയി കിടക്കുന്നുണ്ടോ? ഇനി വന്നേ സൈക്കിളിലാക്കണ്ടേ? ബാ. അപ്പൊ നമ്മള് ചെറുക്കന്റെ സൈക്കിള് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ശരിയാക്കി. It's now or never, but I ain't gonna live forever. I just want to live, I like a life. ഫുള്ള് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ സൈക്കിൾ ശരിയാക്കി വെച്ചിട്ട് അവനെ വിളിക്കാം. അപ്പോൾ അവനൊരു സർപ്രൈസ് ആയിക്കോട്ടെ. അവനെ ഇത് ശരിയായി കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കുന്നതാണ്. അപ്പം അവൻ്റെ ഫ്രണ്ട് അവനിപ്പം കഴിക്കാനായിട്ട് പോയി പിണങ്ങി ഞങ്ങളുടെ അടുത്തുനിന്ന് എല്ലാം ശ്രീകുടൻ ചേട്ടൻ്റെ അടുത്തു നിന്നായാലും എൻ്റെ അടുത്തു നിന്നായാലും എല്ലാവരുടെ അടുത്തു നിന്നും പിണങ്ങി പോയിരിക്കുകയാണ്. അവൻ്റെ സൈക്കിൾ ശരിയാക്കാൻ വയ്യാതെ പിണങ്ങി പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ശരിയാക്കിയിട്ട് അവൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകാം. അപ്പം നേരെ നമ്മൾ ശരിയാക്കാം. കമോൺ. ഇതപ്പോൾ നമുക്ക് സൈക്കിൾ ഇവിടെ വെക്കാം. എന്നിട്ട് അവനെ അങ്ങോട്ട് പോയി വിളിച്ചിട്ട് വന്ന് കാണിക്കാം സൈക്കിൾ എങ്ങനെയാണോ എന്ന് കാണിക്കാം. ഓ ഗായ്സ്, ചെറുപ്പം ഫുഡ് കഴിക്കുകയാണ്. വേണ്ട ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവളെ. ഇപ്പോൾ വരും. വിഷമമാണ്, ഭയങ്കര സെഡാണ്. സൈക്കിളിന് ചെറിയൊരു പണി കിട്ടി. സൈക്കിളിന്റെ ടയറില്ലേ, ടയറിൽ നിൽക്കുന്ന വീലുണ്ടല്ലോ, അതൊന്ന് ഒടിഞ്ഞായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, ഒടിഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടൊന്നും ഒടിഞ്ഞതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം അഡ്ജസ്റ്റ് ചെയ്യാം, പുതിയ ഒരെണ്ണം മേടിച്ച് ചേട്ടൻ തരാം. ഓക്കെ, വിഷമമുണ്ടോ? എനിക്ക് സൈക്കിളിൽ വിടാൻ പറ്റത്തില്ല കേട്ടോ, കാര്യമായിട്ടോ സൈക്കിളിൽ എനിക്ക് വിടാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാ. ഫൈനലി നമ്മുടെ സൈക്കിള് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സൈക്കിള് സെറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഗായ്സ് നോക്കൂ, ചവിട്ടി നോക്കി, ചവിട്ടി നോക്കി. എങ്ങനെയുണ്ട്? നാളെ കാറ്റ് പോത്തില്ലെന്ന് ചേട്ടൻ പറഞ്ഞാലോ? നാളെ കാറ്റ് പോത്തില്ലെന്ന് ചേട്ടൻ പറഞ്ഞാലോ? പക്ഷെ ചെറിയൊരു പ്രശ്നം ഉണ്ടോ? അത് ചവിട്ടുമ്പോ അതങ്ങ് മുറിയിക്കോളും, അകത്തോട്ട് കയറി മുറിയിക്കോളും കേട്ടോ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാറ്റടിക്കുന്ന ഇതില്ലയോ, ഇത് കാറ്റില്ലാത്തല്ലായിരുന്നോ നിന്റെ പ്രോബ്ലം അല്ലായിരുന്നോ? പോയി കയറ്റി വെക്ക്. അപ്പൊ നമ്മുടെ സൈക്കിള് വീണ്ടും കയറ്റി വെക്കാൻ പോവുകയാണ്. അവന്റെ സൈക്കിള് നമ്മള് വീണ്ടും കയറ്റി നമ്മളിവിടെ സ്റ്റാൻഡ് വെച്ച് നേരെ അങ്ങോട്ട് പോവാം. എന്നിട്ട് കാറ്റടിക്കുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ട്. ചെറുക്കനകത്താണ്, സെഡാണ്. അങ്ങനെ കാറ്റെല്ലാം നമ്മൾ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പമ്പ് പഴയ സ്പോട്ടിൽ തന്നെ നമുക്ക് വെക്കാം, ഇവിടെ വെക്കാം. ഇനി നമുക്ക് ചെറുക്കനെ വിളിക്കാൻ പോവാം ഗൈസ്. അപ്പം നമ്മൾ
ചെറുക്കനെ വിളിക്കാൻ പോവാണ്. സീനാണ് ഗൈസ്. ഇതുവരെ കരച്ചിൽ മാറിയിട്ടില്ല. അപ്പോൾ നമുക്ക് അവനെ എഴുന്നേൽപ്പിക്കണം. എഴുന്നേൽപ്പിച്ചിട്ട് കൊണ്ടുപോകാൻ പോവാണ്. ബാ സൈക്കിൾ റെഡിയായി. വാ സൈക്കിൾ റെഡിയായി. വാടാ വാ മോനെ. നമുക്ക് ഇവനെ നേരെ ഇങ്ങനെ പൊക്കെടുത്തോണ്ട് പോവാൻ. ഫൈനലി നമ്മുടെ സൈക്കിൾ റെഡിയായി കഴിഞ്ഞു. സൈക്കിൾ റെഡി ആയിട്ട് നോക്ക്. എവിടെ നോക്ക്, എങ്ങനെയുണ്ടോ നോക്ക്. കാറ്റുണ്ട്. എടാ നീ ഇതിൽ കയറി ഇന്ന് പറക്കാനൊന്നും പോയില്ലല്ലോ. ഇവിടെ കാണി ഔട്ടാനില്ലയോ? അതൊക്കെ മതി. ഇതപ്പോൾ ഫൈനലി നമ്മുടെ ചെറുക്കൻ്റെ സൈക്കിളെല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനിയിപ്പം ആശാൻ ഹാപ്പിയാണ്. കരച്ചിലായിരുന്നു, കണ്ണീരൊക്കെ തുടങ്ങി. ഹാപ്പിയായിരുന്നു. അപ്പോൾ ഗായ്സ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എങ്ങനെയാ നോട്ടിപ്പറ പറ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.